എരുമപ്പാലിൽ നിവേദ്യം തയ്യാറാക്കുന്ന അപൂർവം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് എഴുമറ്റൂർ കണ്ണച്ചത്തേവർ ക്ഷേത്രം. ഓണനാളുകളിലും എരുമപ്പാലിൽ നിവേദ്യം സ്വീകരിക്കുവാൻ നിരവധി പേരാണ് ഇവിടെ എത്തിയത്. എരുമപ്പാലിൽ നിവേദ്യം തയ്യാറാക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നായ 5 ഈശ്വരന്മാരുടെ നാട്ടിലെ എഴുമറ്റൂർ കണ്ണച്ചദേവർ ക്ഷേത്രമാണ് ശ്രദ്ധേയമാകുന്നത്. ഇതുമാത്രമല്ല, 2 കൈയിലും വെണ്ണയുമായി ആഹ്ലാദപൂർവ്വം ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഉണ്ണിക്കണ്ണന്റെ 2 പ്രതിഷ്ഠയുള്ള ക്ഷേത്രവും എഴുമറ്റൂർ കണ്ണച്ചദേവർ ക്ഷേത്രമാണ്. മനോഹരമായ എഴുമറ്റൂർ ദേശത്ത് സാക്ഷാൽ ശ്രീകൃഷ്ണ സ്വാമി തന്നെ ബാലനായി വന്ന് എരുമയെ കറന്നു കുടിച്ച സംഭവമാണ് ഇവിടെ കണ്ണച്ചദേവർ ക്ഷേത്രം ഉയരാൻ തന്നെ കാരണം. ക്ഷേത്രത്തിന് സമീപമുള്ള നിരവധി കന്നുകാലികൾ ഉണ്ടായിരുന്ന കടയ്ക്കൽ കുടുംബത്തിലെ കാരണവർ തന്റെ എരുമകളുടെ പാൽ സ്ഥിരമായി കുറയുന്നത് കണ്ടു. ഇതേ തുടർന്ന് അദ്ദേഹം എരുമകളെ നിരീക്ഷിച്ച് വരുന്നതിനിടെ ഒരു ബാലൻ പേഴിലെ കുമ്പളിൽ പാൽ കറന്നു കുടിക്കുന്നത് കണ്ടു. ഇതേ തുടർന്ന് കാരണവർ ഒരു കല്ലെടുത്ത് ബാലനെ എറിയുകയും ക്ഷണനേരം കൊണ്ട് ബാലൻ അവിടെ നിന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം കാരണവർക്ക് പല വിധത്തിലുള്ള ദുരിതങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങുകയും ജ്യോതിഷികളെ കണ്ട് കാര്യം പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണ പരമാത്മാവ് ആണ് ബാലനായി എത്തി പാൽ കറന്നു കുടിച്ചതെന്ന് പറഞ്ഞു. തുടർന്ന് നാട്ടുതമ്പുരാക്കളായ ഭരണകർത്താക്കളുമായി ആലോചിച്ച് ക്ഷേത്രം പണി കഴിപ്പിക്കുകയും തൃക്കൈയിൽ വെണ്ണയുമായി നിൽക്കുന്ന ഉണ്ണിക്കണ്ണന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്ന വിശ്വാസത്തിലാണ് എരുമപ്പാൽ ഈ ക്ഷേത്രത്തിലെ നിവേദ്യമായി അർപ്പിക്കുന്നത്. ക്ഷേത്രത്തിലെ മഹത്തായ വിശ്വാസത്തെക്കുറിച്ച് ക്ഷേത്രം മേൽശാന്തി വലിയകുന്നം ഹരികുമാർ നമ്പൂതിരിയുടെ വാക്കുകളിലേക്ക്. എഴുമറ്റൂര് ദേശത്തെക്കുറിച്ച് പറഞ്ഞാൽ എഴുമറ്റൂർ എന്ന പേര് വരാൻ തന്നെ കാരണം നമ്മുടെ എഴുമറ്റൂർ കണ്ണച്ചദേവ ക്ഷേത്രം ആണ്. എരുമപ്പാലിൻ്റെ പാൽപ്പായസമുള്ള ഏക ക്ഷേത്രം കൂടിയാണ് എഴുമറ്റൂർ കണ്ണച്ചദേവ ക്ഷേത്രം. പണ്ട് ഇവിടെ നിരവധി കന്നുകാലികളും ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ കാരണവർ, കടയ്ക്കൽ എന്ന പേരുള്ള ഒരു കുടുംബത്തിലെ കാരണവർ എല്ലാ ദിവസവും പുള്ളിയുടെ എരുമകൾക്ക് കുറച്ച് പാല് കുറവുള്ളതായിട്ട് കാണുകയും, എന്ന് വെച്ചാൽ മേയാൻ വിട്ടതിന് ശേഷം തിരിച്ചു വരുമ്പോൾ എരുമയ്ക്ക് പാല് കുറവുള്ളതായിട്ട് കാണുകയും ഒരു ദിവസം അദ്ദേഹം അതിനെ നിരീക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വിശാലമായ ഒരു പ്രദേശത്ത് മേഞ്ഞ് നടന്നുകൊണ്ടിരുന്ന എരുമകളെ ഒരു പേഴിലക്കുമ്പിൾ കൂട്ടി ഒരു ബാലൻ കറന്ന് കുടിക്കുന്നതായിട്ട് അദ്ദേഹം കാണുകയും എടാ കള്ള എന്ന് പറഞ്ഞുകൊണ്ടൊരു കല്ല് എടുത്ത് എറിയുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ പെട്ടെന്ന് തന്നെ ബാലൻ അപ്രത്യക്ഷനാവുകയും അദ്ദേഹത്തിന് നിരവധി ബുദ്ധിമുട്ടുകളും കന്നുകാലി നാശവും ഒക്കെ ഉണ്ടായ സമയത്ത് അദ്ദേഹം ദേവപ്രശ്നം വെച്ച് അല്ലെങ്കിൽ ജ്യോതിഷന്മാരെ കണ്ട് ചോദിച്ചപ്പോൾ എല്ലാ പ്രപഞ്ചത്തിൻ്റെയും നാഥനായിട്ടുള്ള ശ്രീകൃഷ്ണ സ്വാമി തന്നെയാണ് ബാലനായിട്ട് വന്ന് എരുമകളെ കറന്നു കുടിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സ്തബ്ധനായി നിൽക്കുകയായിരുന്നു. അപ്പം അങ്ങനെ അദ്ദേഹം ഇവിടെ എഴുമറ്റൂരുള്ള തമ്പുരാക്കന്മാരുമായും അതുപോലെ തിരുവിതാംകൂർ മഹാരാജാവുമായി ഒക്കെ കൂടിയാലോചിച്ചതിന് ശേഷം അതിന് പരിഹാരമായിട്ട് ശ്രീകൃഷ്ണ സ്വാമിയെ ഇവിടെ കുടിയിരുത്തുകയാണ് ചെയ്തത്. അപ്പം അന്ന് മുതൽ എരുമപ്പാലിൻ്റെ പാൽപ്പായസമാണ് ഇവിടെ നിവേദ്യമായി നടത്തുന്നത്. അതുകൊണ്ട് 2 കൈയിലും വെണ്ണയുമായി നിൽക്കുന്ന കുഞ്ഞ് കൃഷ്ണനായിട്ടാണ് ഇവിടെ പ്രതിഷ്ഠയുള്ളത്. എരുമപ്പാലിൽ തീർത്ത നിവേദ്യം സ്വീകരിക്കുവാൻ നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തുന്നത്. കുടുംബ ഐശ്വര്യത്തിനും രോഗശാന്തിക്കും സമൃദ്ധിക്കുമായി ഉണ്ണിക്കണ്ണന്റെ നിവേദ്യം ഏറെ പ്രാധാന്യമുള്ളതിനാൽ വീടുകളിൽ കൊണ്ടുപോയും നിവേദ്യം ഭക്തർ ഭക്ഷിക്കാറുണ്ട്. ഇവിടെ എത്തുന്ന ഭക്തർ തന്നെ ക്ഷേത്ര വിശ്വാസങ്ങൾ ഗാലക്സി ചാനലിനോട് വിശദീകരിക്കുകയും ചെയ്തു. 200 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളതുണ്ട്. കുമ്പക്കാട് തിരുമേനിയായിരുന്നു ആദ്യ ശാന്തി. അത് കഴിഞ്ഞ് കണിപറമ്പിൽ തിരുമേനിയായി. പിന്നെ ഇവിടെ ശ്രീകോവിൽ ഉണ്ടാക്കിയത് തന്നെ ഒരു മഹാരാജാവാണ്. പുള്ളിയാണ് ഇവിടുത്തെ വിഗ്രഹമെല്ലാം അമ്പലത്തിലേക്കായിട്ട് സമർപ്പിച്ചത്. പിന്നെ ചെമ്പ് പാകിയതൊക്കെ കൊട്ടാരത്തിൽ നിന്ന് തിരുവിതാംകൂർ മഹാരാജാവ് ചെമ്പ് പാകിയത് ചിത്തിരി തരുന്നതാണ്. പുള്ളി എന്തോ ഒരു അസുഖം വന്നപ്പോൾ അങ്ങനെ നേർന്നാണെന്നാണ് പറയുന്നത്. പിന്നെ ഒരു ഊട്ടുവരെ ഉണ്ടായിരുന്നു ഇവിടെ. കോയിക്കക്കാരെ തിരുവോണ കാലുകഴിച്ച് കൂട്ട് നടത്തുന്നുണ്ടായിരുന്നു. അത് അമ്പലത്തിന്റെ പടിഞ്ഞാറുന്ന് കിഴക്കോട്ട് ഇങ്ങനെ വശത്തായിട്ടായിരുന്നു ഊട്ടുവരെ ഇരുന്ന് നല്ല സാമാന്യം നല്ല രീതിയിൽ എല്ലാ മാസവും തിരുവോണത്തിന് ഇവിടുത്തെ കോയിക്കലെ കോയിക്കക്കാർ നടത്തുമായിരുന്നു. പിന്നെ ലാസ്റ്റില് നടത്തിയത് രാജരാജമ്മയുടെ അമ്മൂമ്മ നടത്തിയിരുന്നു. പിന്നെ ഇപ്പൊ അത് ഇവിടെ പൗർണമി നടത്തുന്നുണ്ട്. 40 വർഷത്തിന് മുകളിലായി. ഇപ്പൊ അമ്മമാരാണ് ആ തിരുവോണത്തിന്റെ കാലുകഴിച്ചൂട്ട് ഇവിടെ നടത്തിക്കൊണ്ട് എല്ലാ മാസവും തിരുവോണത്തിന് അരി കൊടുത്ത് ഊണ് നടത്തുന്നുണ്ട്. കടയ്ക്കൽ എന്ന് പറഞ്ഞൊരു കാരണവരുണ്ടായിരുന്നു. ആ അപ്പൂപ്പന്റെ ഒരു കന്നും തടവായിരുന്നു ഇവിടെ.
അന്നേരം ആ എരുമപ്പാല് കറക്കാൻ വരുമ്പം പാല് കിട്ടത്തില്ല ആ അമ്മാവന്. അന്നേരം ഇങ്ങനെ ഇതാരായി കറന്നുകൊണ്ട് പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അമ്മാവൻ വന്ന് ഒരു ദിവസം പാത്തിരുന്ന് നോക്കിയപ്പോൾ ഒരു കൊച്ചു കുട്ടിയായിട്ട് വന്ന് പേഴത്തുമ്പിലാവിലെ എടുത്ത് വന്ന് കറന്ന് കുടിക്കുന്നു. അന്നേരം ഈ അമ്മാവൻ പറയും, അമ്പ കണ്ണച്ച എന്ന്, എൻ്റെ പാല് മുഴുവൻ നീ കറന്ന് കുടിക്കുവാണോ എന്നും ചോദിച്ചു ഒരു കല്ലെടുത്തെറിഞ്ഞു. ആ കല്ല് വന്ന് വീണതാ ഈ അമ്പലത്തിൻ്റെ. അന്നേരം പ്രശ്നം വെച്ച് നോക്കിയപ്പം ആ പ്രശ്ന വിധി കണ്ടു ഇവിടെ ഒരു അമ്പലം കൃഷ്ണന്റെ വേണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ അമ്പലത്തിന്റെ. പിന്നെ എരുമപ്പാല് കൊണ്ടാണ് ഇവിടെ പ്രധാന വഴിപാടുകൾ കഴിക്കുന്നത്. മുൻപ് കാലാന്തരത്തിൽ ജീർണതയിലായ ക്ഷേത്രം തെക്കൻകൂർ രാജാവായ രവിവർമ്മൻ നേരിട്ടെത്തി പണി കഴിപ്പിച്ചതാണ്. രാജാവിന് രോഗപീഠകൾ ഉണ്ടായപ്പോൾ അത് ക്ഷേത്ര ജീർണത തീർക്കാത്തതുകൊണ്ടാണ് ഉണ്ടായതെന്ന് മനസ്സിലാക്കിയ രാജാവ് ക്ഷേത്രം പുതുക്കിപ്പണിയുകയും മലയാള വർഷം 632 ക്ഷേത്രം ചെമ്പ് പൊതിയുകയും ചെയ്തു. അങ്ങനെ നിരവധി അത്ഭുതങ്ങൾ നടന്ന ക്ഷേത്രം നിലനിൽക്കുന്ന എരുമറ്റൂരിന് ആ പേര് ലഭിച്ചത് എരുമയെ ദേവൻ കറന്നെടുത്ത നാട് ആയതുകൊണ്ടാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. എരുമയൂറ്റിയൂരെ ലോപിച്ച് എഴുമറ്റൂരായെന്നും പറയപ്പെടുന്നുണ്ട്. കന്നിനെ ഇഷ്ടപ്പെടുന്ന ദേവൻ ആയതുകൊണ്ട് ക്ഷേത്രത്തിലെ കണ്ണശദേവൻ ക്ഷേത്രമെന്നും പറയപ്പെടുന്നു. അങ്ങനെ ചരിത്രമുറങ്ങുന്ന നാട്ടിലെ ചരിത്രമുറങ്ങുന്ന ക്ഷേത്രമായി കണ്ണശദേവൻ ക്ഷേത്രം ഇതിനോടകം മാറിക്കഴിഞ്ഞു. ഓണനാളുകളിൽ ക്ഷേത്രസന്നിധിയിൽ അത്തപ്പൂക്കളമിട്ടും ഊഞ്ഞാലാടിയും ഉണ്ണിക്കണ്ണനെ ഭക്തർ ആനന്ദിപ്പിക്കാറുള്ളതും ഇവിടുത്തെ പ്രത്യേകതയാണ്.